ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സകല അനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോനാഥ ജനകായ നമോ നമ. ഉപാസന ഭഗവത് ചൈതന്യത്തെ പൂർണ്ണമായും നമ്മിൽ നിലനിർത്താനുള്ള കർമ്മപദ്ധതിയാണ് ഉപാസന. ഉപാസന എന്ന പദം കൊണ്ട് എന്തായിരിക്കാം സൂചിപ്പിക്കുന്നത്? ആസനമാണ് ഉപാസന. ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഏറ്റവും സമീപത്തിരിക്കുക എന്നതിനെ വിവക്ഷിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ, ദേവിയുടെ, നമ്മളുടെ ആരാധനാമൂർത്തിയുടെ സാമീപ്യം നമ്മളുടെ ഏറ്റവും അടുത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ തന്നെ സ്ഥായിയായിട്ട് നിലനിർത്തുക, അതാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ആരുടെയെങ്കിലും അടുത്തിരിക്കുക. അതാരുടെ അടുത്താവണം? ഇനി അതല്ലെങ്കിലോ ബഹുമാനത്തോടുകൂടി വളരെയധികം പ്രേമഭാവത്തിൽ, ആ ഇഷ്ടത്തിൽ ആരെയെങ്കിലും കാത്തിരിക്കുക. അതാരെ ആവണം? നോക്കൂ, എപ്പോഴും ആരാധന, ആദരവ് ഒക്കെ സമ്പൂർണതയോട്, ഏറ്റവും വിശുദ്ധമായതിനോട്, അതല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കപ്പെട്ട ആത്മതത്വത്തോടാണ് തോന്നേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ജീവിതം ധന്യമാവൂ, സ്വയം മുക്തിപഥത്തിലേക്ക് സഞ്ചരിക്കാനാവൂ. നമ്മൾക്കറിയാം, ശ്രുതികൾ കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈശ്വരീയ ജ്ഞാനാണല്ലോ വേദങ്ങൾ. ഈ ഈശ്വരീയ ജ്ഞാനം ബോധമണ്ഡലത്തിലേക്ക് പകർന്നു കിട്ടാൻ, അതിൻ്റെ പൂർണ്ണമായ ഫലത്തെ അനുഭവിക്കാൻ എന്താണ് വഴി? അതിന് പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ്. നമ്മളുടെ പൗരാണിക ഋഷിമാരെല്ലാം തപസ്വാധ്യായ നിരതരായിരുന്നു. ഈ ബ്രഹ്മവിദ്യയെ ഗ്രഹിക്കാൻ വേണ്ട പരിശീലനം എന്താണ്, അതെങ്ങനെ നടപ്പിൽ വരുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മഹർഷിമാർക്ക് വളരെയധികം ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ അവരാ ജ്ഞാനസമ്പാദന പ്രയോഗതലത്തെ ഉപാസന എന്ന് വിളിച്ചു. ശ്രുതിയിലെ പ്രാരംഭത്തിലെ കർമ്മകാന്ഡത്തെ പറയണു. കർമ്മകാന്ഡത്തിൻ്റെ ലക്ഷ്യം എന്താ? സ്വർഗപ്രാപ്തി. നിരവധിയായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കുക. എന്നാൽ ഇത് നിത്യമല്ല. കർമ്മഫലാനുഭവം ജീവന്റെ ജനിമൃതീചക്രത്തിൽ ബന്ധിതമാക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? യാഗാദി കർമ്മങ്ങളുടെ പുണ്യഫലം അവസാനിക്കുമ്പോൾ ജീവനെ വീണ്ടും ഈ ഭൂമിയിലെ ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ശാശ്വതമായിട്ടുള്ള സുഖം, പരമാനന്ദരസം അനുഭവിക്കാനുള്ള മാർഗം അപ്പം കർമ്മകാണ്ഡല്ല എന്ന് നിരീക്ഷിച്ചിട്ട് ഋഷീശ്വരന്മാരുടെ ചിന്ത ഈശ്വരോപാസനയിൽ എത്തിച്ചേർന്നു എന്ന് നിരീക്കാം. അതാണ് ഉപാസനാകാന്ഡത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. പ്രാരംഭത്തിലെ പ്രകൃതിശക്തികളുടെ ഉപാസനയായിരിക്കാം. പിന്നീടങ്ങടോ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ദേവതാരാധനാ സമ്പ്രദായങ്ങൾ നടത്തി. പിന്നീട് സഗുണ സാകാര രൂപത്തിലുള്ള ഈശ്വരോപാസനയിൽ അവരെത്തിച്ചേർന്നു. ഇനി ഇതല്ലാണ്ടിയോ തത്വചിന്താമാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാമെന്നുറച്ച് ആ മാർഗത്തിലൂടെ ചരിച്ച് ജ്ഞാനകാന്ഡവും ഋഷീശ്വരന്മാരാൽ നമ്മൾക്ക് സിദ്ധായി. നോക്കൂ, ഉപാസനയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാധനയും ആദരവും എല്ലാം ജ്ഞാനസമ്പാദനത്തിനുള്ള
കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഭഗവത് പ്രാപ്തിയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അത് ധ്യാനാത്മകാവാം, ഭക്തി പാരവശ്യത്തോടു കൂടിയതാവാം, ഏതെങ്കിലും വിധത്തിലുള്ള ത്യാഗം മുതലായവയോട് കൂടിയതാവാം, വേദദേവതകൾക്കുള്ള വഴിപാടുകൾ, അവരുടെ പ്രീതിക്കായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഒക്കെ ആവാം. സ്വയം ആത്മീയത പ്രാപിക്കുന്നതിനായിട്ട് അവനവനെ അറിയണം, അതിനായിട്ട് സാധന ചെയ്യണം. സാധകരെ ബ്രഹ്മവുമായിട്ട് ബന്ധിപ്പിക്കുക എന്നതിന് ആത്മശുദ്ധീകരണത്തിന് അഥവാ ആത്മവിമലീകരണത്തിന്, ആത്യന്തികമായിട്ടുള്ള ആനന്ദത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിന് ഒരു നല്ല പാത ആവശ്യമാണ്. ഋഷീശ്വരന്മാർ ഈ സാധനാക്രമത്തിനെ ഭംഗിയായിട്ട് ഉപാസന എന്ന് വിളിച്ചു. നമ്മളും ഇങ്ങനെ ഉപാസനയെ അറിയുക, ആ തത്വം നമ്മളിലേക്ക് ആവാഹിക്കുക, അതിനായിട്ടുള്ള ഒരു യജ്ഞമാണിത്, അതിൻ്റെ ഒരു പ്രാരംഭം. ഇനി ഉപാസനയിലേക്ക് കടന്നാൽ എന്തായിരിക്കും എന്നത് തുടർന്ന് അടുത്ത അധ്യായങ്ങളായിട്ട് നമുക്ക് പറയാം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവോപരി ഗുരുകാരുണ്യലക്ഷ്മീ നിയോഗാ ശ്രവിച്ച